ജൂസ് ഉസ്താദ് ഉണ്ടല്ലോ, റഹ്മത്തുള്ള കാസിമി മൂത്തേടം മറ്റെല്ലാ മതപുരോഹിതന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് മറ്റുള്ളവരെന്ത് പറയും എന്നതൊന്നും മാനിക്കാതെ തുറന്നു പറയാറുണ്ട്. ഒരിക്കല് UAE-യിലാണെന്ന് തോന്നുന്നു, നമ്മുടെ ട്രംപ് പോയി. സൗദിയിലാണോ UAE ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ട്രംപ് പോയപ്പോ അവിടെയുള്ള പെണ്ണുങ്ങള് മുടിയാട്ടിയാണ് ട്രംപിനെ സ്വീകരിച്ചത്. അപ്പോ ഇറാനില് മഹ്സ അമിനി എന്ന് പറയുന്ന 22-കാരിയുടെ തലമുടി കണ്ടതിന്റെ പേരിലാണ് ആ പ്രശ്നമുണ്ടാക്കിയത് അരവിന്ദ് ഹായ്. ആ കൊച്ചിനെ കൊന്നു. ആ കൊച്ചിന്റെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ അനേകായിരങ്ങളെ ചുട്ടുകൊന്നു ആയത്തുള്ള അലി കൊമേനി എന്ന് പറയുന്ന സ്വർഗത്തിന്റെ സൂക്ഷിപ്പുകാരനായിട്ടുള്ള സ്വേച്ഛാധിപതി. അപ്പോ നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തേടം തുറന്നു വന്ന് പറഞ്ഞു, അത് തെണ്ടിത്തരം, അത് തെമ്മാടിത്തരമാണ് എന്ന് തുറന്നു തന്നെ പറഞ്ഞു. ഇന്നിപ്പോ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ സന്തോഷം, തെരഞ്ഞെടുപ്പിൽ പെണ്ണുങ്ങളെ ഇറക്കിയപ്പോഴേ മൂത്തേടത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞതാ, പെണ്ണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത്, കറുത്ത പോത്തിന്റെ കുപ്പായമിട്ട പോത്തെ, നിനക്കൊക്കെ നാണമില്ലടി, പുറത്ത് കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് വീട്ടിലിരുന്നോളാൻ പറഞ്ഞതാ. കേട്ടില്ല. ഇവര് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് റാലികളുമായി എല്ലാമായി കഴിഞ്ഞു. പിന്നീട് ഇവർക്ക് എങ്ങനെയും വിജയിച്ചതിന്റെ ആഘോഷ പ്രകടനങ്ങൾ നടത്തണ്ടേ. പിന്നീട് അതായി ശ്രദ്ധ. കറുത്ത പോത്തിന്റെ കുപ്പായമിട്ട പോത്ത്. പിന്നീട് അങ്ങോട്ട് ഇവര് വിചാരിച്ചു, പെണ്ണുങ്ങള് ഒന്ന് മാറു കുലുക്കട്ടെ. ഞങ്ങൾ മുമ്പ് മാറ് വളർന്നോന്ന് നോക്കട്ടെ, മാറ് വളർന്നോന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു. ഞങ്ങള് ഹോസ്റ്റലില് ആ കട്ടളപ്പടിയുടെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കും, നീ മാറ് ഞാൻ വളർന്നോന്ന് നോക്കട്ടെ. തല എത്രയുണ്ടെന്നായി നോക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ മാറ് വളർന്നോന്ന് നോക്കട്ടെ എന്നാണ് മറ്റുള്ളവർ കേൾക്കുന്നത്. അതുപോലെ മാറ് ഒന്ന് കുലുക്കട്ടെ ഉസ്താദെ എന്ന് പറയുന്നത് പോലെ, മാറല്ലേ ഉസ്താദെ കുറച്ചു കുലുങ്ങട്ടെ, കുഴപ്പമില്ല. സ്വാഭാവികമായിട്ടും മാറു കുലുങ്ങും. ഉസ്താദിന് ചിലപ്പോൾ വേറെ ചില താല്പര്യങ്ങളായതുകൊണ്ട് ഉസ്താദ് നോക്കിയത് പിൻഭാഗത്തായി പോയി. അത് നമ്മുടെ കുഴപ്പമല്ല. അപ്പോ ഉസ്താദ് ചന്തി കുലുക്കലിന് തികച്ചും എതിരാണ്. ഉസ്താദിന് ആ കുലുക്കലിനോട് തീരെ അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. വേറെ എന്തെങ്കിലും കുലുക്കിയെങ്കിൽ ഒന്നുമല്ലെങ്കിൽ മുമ്പിൽ നിന്നിട്ട് ഇവർക്കൊന്ന് കണ്ട് ആസ്വദിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് ചുമ്മാ പൊറോട്ടയ്ക്ക് മാവ് കഴിച്ചു വെച്ചിരിക്കുന്നത് പോലെ മൂലമിട്ട് കുലുക്കിയാല് അതങ്ങോട്ടൊരു സുഖമില്ല. അപ്പൊ ഉസ്താദ് തന്റെ അഭിപ്രായം ഏത് വിഷയത്തിലേതും തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഉസ്താദിന്റെ അഭിപ്രായം വെട്ടി തുറന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ പോക്ക് ശരിയല്ല, ഈ പോക്ക് ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾ ചന്തി കുലുക്കി പുറത്ത് നിന്ന് ആടുക, എന്ത് മോശമാണത്. അതുകൊണ്ട് അത്തരം ആഘോഷ പ്രകടനങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചന്തി കുലുക്കുന്നതിനെയാ പറഞ്ഞത്. ചില ആളുകള് ഈ പെൺകുട്ടിക്ക് എന്താ മേത്തൊരു തുണി ഇട്ടാല് എന്ന് ചോദിക്കാറുണ്ട്. കാരണം അവരുടെ കണ്ണുകൾ ആദ്യം ഉടക്കുന്നത് എവിടെയാ? അവിടെയാണ് കാഴ്ചപ്പാടിനെ കുറിച്ച് പറയേണ്ടത്, അല്ലേ? ശരിക്കും അവിടെയല്ലേ കാഴ്ചപ്പാടുകൾക്ക് പ്രശ്നമുണ്ടാകുന്നത്? മുഖത്തു നോക്കി സംസാരിക്കേണ്ടുന്ന ആളുകൾ മാറിൽ നോക്കി സംസാരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളാണിതെല്ലാം. അല്ലെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല.
അപ്പോൾ നമുക്ക് അധികം ദീർഘമായിട്ട് പോകാതെ ഉസ്താദിന്റെ ഒരു പരാമർശം, പെണ്ണുങ്ങളുടെ ചന്തി കുലുങ്ങുന്നു. അതെ, ഉസ്താദിന്റെ കാഴ്ചപ്പാട് സ്ത്രീകളുടെ ചന്തിയിലാണ്. നിങ്ങൾ വിചാരിക്കും വൃത്തികേടാണെന്ന്. നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവമാണ്. ഓരോ നാട്ടിൽ ഓരോ പേരുകളിൽ അത് അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരിക്കലും അതൊരു മോശമാണ്, വൃത്തികേടാണ് എന്ന് പറഞ്ഞിട്ട് ആരും ഇതുവഴി വരരുത്. അപ്പോ മാറല് നോക്കിയാൽ കുഴപ്പമില്ല, മോറല് നോക്കിയാൽ കുഴപ്പമുണ്ട്, അതാണോ ശരി? അല്ല, മാറും മോറും ഡാഷും ഒക്കെ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സംഗതികളാണ്, അല്ലെ? അത് മൂന്നിനും ഉദാഹരണം ഞാൻ പറഞ്ഞു. അതായത് ഒരു പെണ്ണിന്റെ സൗന്ദര്യമെന്ന് പറയുന്നത് മുഖമാണെന്നാ പൊതുവെ പറയാറുള്ളത്. അപ്പോ മുഖത്ത് നോക്കിയിട്ടാണ് ഒരാളെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ 72 ഹൂറി പെണ്ണുങ്ങളെ ഉണ്ടല്ലോ, ഇല്ല, ചിപ്പിക്കകത്തും മുത്തിനകത്തും ഒക്കെ ഒളിപ്പിച്ച് പൂട്ടിയിടാൻ തന്നെ കാരണം അതാണ്. കാരണം പെണ്ണുങ്ങൾ എങ്ങാനും ചാടിപ്പോയാലോ, അതുകൊണ്ടാണ്. രണ്ടാമതായിട്ട് മാറാണ്. മാറിടത്തിലൂടെയാണോ നിന്റെ സുഖം? അങ്ങനെ നിന്നെ സുഖിപ്പിക്കാൻ 72 ഹൂറി പെണ്ണുങ്ങൾ കാത്തിരിക്കുവാണ്. ഇനി മൂന്നാമത്തതായിട്ടാണ് ചന്തി. സുബൈർ ആരാ പുഴുത്ത് ചാവുന്നേ? നബി പുഴുത്ത് ചത്തതിനെ കുറിച്ച് ആദ്യം പറയടാ. നമ്മുടെ മാനവരിൽ മനോഹരനായിട്ടുള്ള നബി അണ്ണൻ ശരീരത്ത് മുഴുവനും പുഴുവരിച്ചു 3 ദിവസം കഴിഞ്ഞപ്പോൾ സാമൂഹ്യ സേവന പ്രവർത്തകർ, അന്നത്തെ ആളുകൾ വന്ന് കുഴിച്ചു മൂടുക ചെയ്തത്. എന്തായിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യം ഇന്നുണ്ടാകത്തില്ല. ആരെങ്കിലുമൊക്കെ കൊന്ന് ചാക്കിനകത്താക്കി എവിടെയെങ്കിലുമൊക്കെ എറിഞ്ഞാലേ പുഴുവരിക്കും. അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് ആളുകൾ നന്മയുള്ളവരാണെന്നേ, മനസ്സിൽ നന്മയുള്ളവരായതുകൊണ്ട് അവരതെടുത്ത് എങ്ങനെയും സംസ്കരിക്കാൻ തന്നെ നോക്കും. കാരണം ജീവിച്ചിരിക്കുന്ന മറ്റു മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ. ശരി, തെരഞ്ഞെടുപ്പ് റാലിയിൽ സംബന്ധിക്കുന്ന സ്ത്രീകളാണ് വിഷയം. ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ചന്തി കുടിച്ച് കളി റോഡിൽ പച്ച പകലിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന പർദ്ദയിട്ടിട്ട് ചന്തി കുടിച്ച് കളി റോഡിൽ പച്ച പകലിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുലുക്കി കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു. എന്തുകൊണ്ട്? നേതാക്കന്മാര് വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ ഇതാണ് കളി. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം ബാധകമല്ല. മലബാറിലെ കല്യാണത്തിന് മാനദണ്ഡം ആകെ കോണിക്ക് വോട്ട് ചെയ്യോ അരിവാളാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. 10% വർഗീയവാദികൾ ഇല്ലാത്ത കേരളത്തിൽ വലിയ ശതമാനവും ജനാധിപത്യ വിശ്വാസികളാണ്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. അതേ സമയത്ത് സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം തോന്നും, ചന്തിയല്ലേ, ഒരല്പം കുലുക്കിയാൽ ഇപ്പൊ എന്താ കുഴപ്പം? മാറല്ലേ, ഒരല്പം കുലുക്കിയാൽ എന്താ പ്രശ്നമുണ്ട്. കാരണം ജീവിതത്തിലുടനീളം സൂക്ഷ്മത പാലിച്ച പ്രവാചകന്റെ അനുചരൻ ഒരിക്കൽ പ്രവാചകനോട് വന്ന് പറഞ്ഞു, പ്രവാചകരെ, ഇന്നലെ രാത്രി ഭാര്യയുമായി ഒന്ന് വാഹനം ഓടിച്ച് കളിച്ചപ്പോൾ ഒരല്പം സ്ഥാനം ഒന്ന് തെറ്റിപ്പോയി, കുഴപ്പമുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഉളുപ്പില്ലാതെ പറയുന്നെന്ന്. ഉളുപ്പെന്താണ് എന്ന് ലവലേശം പോലും തൊട്ട് തീണ്ടാത്ത മാനവരാഹിത്യം നിറഞ്ഞ ഒരു ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിച്ചു പരിശുദ്ധമാണ് എന്ന് പറയുന്ന ആളുകളോടാണ് നമ്മൾ ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് ഈ മതവും ഈ ഗ്രന്ഥവും വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ നമ്മളൊക്കെ മോശക്കാരാണ് എന്ന് പാടി നടക്കുന്ന, നമ്മളെയൊക്കെ ഒന്ന് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളോടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു ചീഞ്ഞളിഞ്ഞ ക്യാൻസർ മതം, ഇത്രയും സ്പ്രെഡ് ഡിസീസ് ആയിട്ടുള്ള ഒരു വൈറസ് വേറെ ഇല്ല എന്ന് ഒന്ന്
നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമെങ്കിൽ ഇതൊക്കെ അനിവാര്യമാണ്. അതുകൊണ്ട് മാന്യതയില്ലാത്ത പുസ്തകത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മാന്യത പ്രതീക്ഷിക്കരുത്. അത് എൻ്റെ കുഴപ്പമല്ല, ഈ പുസ്തകത്തിന്റെ കുഴപ്പമാണ്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ ഉസ്താദും വണ്ടിയും പിൻഭാഗവും തുടങ്ങട്ടെ. അതേപോലെ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വയ്ക്കുന്നത്, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ തിരിച്ചു വരികയാണ്. ഭാര്യയുടെ പിൻഭാഗത്തോടി ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ജൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞടന്നു, നിങ്ങളുടെ മക്കളൊക്കെ കോങ്കണായി പോകും. ഇത് സഹാബാക്കൾക്ക് ഇങ്ങനെ അറിയണമല്ലോ. നേരെ എന്ത് ചെയ്തു? എന്തറിഞ്ഞിട്ടില്ലെങ്കിലും സാരമില്ല, ഇതൊന്നറിയണമല്ലോ. എങ്ങനെ നമസ്കരിക്കണമെന്ന് അറിയണ്ട, എന്തിനൊക്കെയാണ് സകാത്ത് കൊടുക്കേണ്ടത് എന്നറിയണ്ട, എത്ര നമസ്കരിക്കണം, ആര് നിസ്കരിക്കണം, ആര് നമസ്കരിക്കണ്ട, നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുവോ? ഉച്ചയും കുത്തി 5 വട്ടം മറിഞ്ഞാൽ വയറ്റിലുള്ള കീഴ്വായു പോകുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു പ്രതിഫലം ഉണ്ടോ? ഇല്ലേ? ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും പിൻഭാഗത്തു കൂടി ബന്ധപ്പെടാൻ പാടുണ്ടോ ഇല്ലേ എന്നാണ് നബിയുടെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായോ? അയ്യോ പോവല്ലേ പ്രേമരാജൻ. ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ജൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞടന്നു, നിങ്ങളുടെ മക്കളൊക്കെ കോങ്കണായി പോകും. ഇത് അല്ല ഉസ്താദേ, മുസ്ലിങ്ങള് നബിയുടെ അനുചരന്മാർ അവരുടെ ഭാര്യമാരെ പിൻഭാഗത്തുകൂടി ബന്ധപ്പെടുന്നുണ്ട് എന്ന് ജൂതന്മാരെങ്ങനെ ഉസ്താദെ അറിഞ്ഞത്? ഇവരുടെ വീടുകളിൽ വന്ന് ഒളിഞ്ഞു നോക്കിയോ? അല്ല, പറയുമ്പോഴൊരു ലോജിക്ക് വേണമല്ലോ ഉസ്താദെ, അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളൊക്കെ വന്ന് രാത്രി കളിച്ചിട്ട് രാവിലെ കുളിക്കുന്നതിന് മുമ്പ് വന്ന് ഗീർവാണമടിച്ച ആളുകളോട് കൂട്ടി പറഞ്ഞതല്ലേ ഇത്? കുറച്ച് എരിവും പുളിവും ഒക്കെ ചേർത്ത് ഞാൻ ഭയങ്കര കളിക്കാരനാണ്, 40 പുരുഷന്റെ ശക്തിയാടാ എന്റെ ലിംഗത്തിനെന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ട് മനസ്സിനെ പോലെയുള്ള ആളുകൾ പിന്നാലെ നടക്കും, ആ ലിംഗത്തിന്റെ ബലം ഒന്ന് കാണാൻ. പിൽക്കാലത്ത് വന്നവര് പറഞ്ഞു നടന്നു, നബിയുടെ മലവും മൂത്രവും കിട്ടാൻ വേണ്ടിയിട്ട് പായം തലേണയുമായിട്ട് ഓടിപ്പോയതാണെന്ന്, കിട്ടിയിട്ട് എടുത്തു വെച്ച് തിന്നിട്ട് അവിടെ കിടക്കാൻ വേണ്ടിയിട്ടേ പോയതാണെന്ന്. ജൂതന്മാരെന്തായിരുന്നാലും ഒന്നുകിൽ ഇവരുടെ കളി ഒളിഞ്ഞു നോക്കി, അതല്ലെങ്കിൽ ജൂതന്മാരെ കാണിച്ച് ഇവര് കളിച്ചു, അതല്ലെങ്കിൽ ഇവര് വന്ന് ജൂതന്മാരോട് പറഞ്ഞു, അല്ലേ? അതല്ലെങ്കിൽ കോങ്കണ്ണുള്ള ആളുകളുടെ ഉമ്മായും പപ്പായും ഒക്കെ ആളുകൾ എങ്ങനെ നോക്കും? അയ്യോ ശരി, സയന്റിഫിക് പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വയ്ക്കുന്നത്, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ തിരിച്ചു വരികയാണ്. ശരി. ഭാര്യയുടെ പിൻഭാഗത്തോടി ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ജൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞടന്നു, നിങ്ങളുടെ മക്കളൊക്കെ കോങ്കണായി പോകും. ഇത് സഹാബാക്കൾക്ക് ഇങ്ങനെ അറിയണമല്ലോ. നേരെ എന്ത് ചെയ്തു? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീല ലഹു, നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, ഇന്നൽ യഹൂദ തഖൂൽ ഇദാ ഇന്നർ റജുല ഇദാ അതാ ഇംറഅതഹു വഹിയ മുജബ്ബാതൻ, പിൻഭാഗത്തുകൂടി മുദ്ബിറത്തുൻ മുജബ്ബിയത്തുൻ മുജബ്ബാതൻ എന്നെല്ലാം റിവായത്ത് വരുന്നുണ്ട്. ജാഅൽ വലദു അഹ്വൽ, നബിയെ നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭാര്യമാരുടെ പിൻഭാഗത്തു കൂടി പ്രവേശിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന സന്താനങ്ങൾ കോങ്കണ്ണുള്ള സന്താനമായി പോകുമോ നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, കദബത്തു യഹൂദ്, ആയിക്കോളാൻ. ജൂതന്മാര് കള്ളന്മാരാണ്, അവന്മാര് കള്ളം പറഞ്ഞതാണ്. നിങ്ങൾ പിൻഭാഗത്തു കൂടി ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാണ് ജൂതന്മാരെ. ധൈര്യമായിട്ട് കളി തുടർന്നോളാൻ. എന്തൊരു പ്രോത്സാഹനം, എന്തൊരു കരുതലാണ് ഈ പടച്ചവന്. ആലോചിച്ചു പോകും. ചില ഹദീസും ഖുർആൻ വചനങ്ങളും അതിന്റെ വ്യാഖ്യാനവും ഒക്കെ കാണുമ്പോ പടച്ചവന് വിശ്വാസികളെ കുറിച്ചിട്ട് കരുതൽ. ശരി, കള്ളം പറഞ്ഞതാണ്. പിന്നെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഫനസലത്ത്, ആയത്ത് ഇറങ്ങി, നിസാ, രസമുണ്ട് കേട്ടോ. സൂര്യനെ പറക്കി നക്ഷത്രങ്ങളെ എറിയ, ഇക്കാണുന്ന ലോകത്തുള്ള സകലമാന ജനങ്ങളുടെയും പേരെഴുതി അരിയും ഗോതമ്പ് മണിയും ചോളവും ഒക്കെ ഇറക്കണം. അതിനിടയ്ക്കും എന്ത് ജാഗ്രതയോടെ എന്ത് കരുതലോടുകൂടിയാണ് ഈ പടച്ചോൻ ഈ പിൻഭാഗത്ത് കൂടി ബന്ധപ്പെടാമോ എന്ന് ചോദിക്കുന്ന ചോദ്യവും കാത്തിരിക്കുന്നത് ആയത്തിറക്കാൻ ജാഗ്രതയോടെ. ഇയാടെ കരുതലുണ്ടല്ലോ. ജാഫർ എന്തേ സ്കൂൾ വല്ലതും നടത്തുന്നുണ്ടോടാ? എനിക്ക് ജോലി വല്ലതും തരാം. കുറെ നേരം ആയാലോടാ ടീച്ചറാണോ എന്ന് ചോദിക്കുന്നത്. ആണെങ്കിൽ നിനക്ക് എന്താടാ, അല്ലെങ്കിൽ നിനക്ക് എന്താടാ, കേട്ടിട്ട് പോടാ.
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി നിന്നിട്ട് വട്ടച്ചൊറി ഉണ്ടെങ്കിൽ ചൊറിഞ്ഞ് സൂയിക്കണം. അറിയപ്പെടാം. കുറെ നേരമായി തുടങ്ങിയിട്ട്. അപ്പോ പറഞ്ഞു വന്നത്, അള്ളാഹു ഇത്രയും തിരക്കുകൾക്കിടയിലും ആ ഒരു കരുതല്, ആ ഒരു ശ്രദ്ധ, ആ ചോദ്യം ചോദിച്ച ഉടനെ ഫനസലത്ത് അപ്പം ഇറങ്ങി ആയത്. ലേശം കഴിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, അപ്പം. ശരി. സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങളുടെ വിളനിലത്തിൽ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കൊയ്തുകൊള്ളുക. ഐ നബി തങ്ങളെ വിശദീകരിച്ചു തരുന്നു. മുഖ്ബിലത്തൻ വമുദ്ബിറത്തൻ, മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും. വിശദീകരണം ഒന്നുകൂടെ, ഇദാ കാന ഫിൽ ഫർജ്, അത് ഗുഹ്യഭാഗത്തൂടെ ആയിരിക്കണം. അവിടെയാണ് വിഷയം. ഗുഹ്യഭാഗം ഉമ്മറം തന്നെ തെരഞ്ഞെടുക്കണം. അപ്പോ ഉമർ പറഞ്ഞ് വണ്ടി ഓടിച്ചപ്പോ തെറ്റിപ്പോയി, പിൻഭാഗത്തു കൂടി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞു, ഇരുട്ടായതുകൊണ്ടല്ലേ. ശരി. കൂടെ ആയിരിക്കണം. അത് മുൻഭാഗത്തുകൂടെ ആയാലും ശരി, പിൻഭാഗത്തുകൂടെ ആയാലും ശരി. ഗുഹ്യഭാഗം അത് പറയണ്ടായി ഉസ്താദ്, ആൾക്കാർക്ക് തെറ്റിപ്പത്തില്ല. കാരണം ഇതൊക്കെ അറിയാത്തതിന്റെ പേരില് എത്രയോ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ. കാരണം അവർക്ക് ഇതൊന്നും അറിയണ്ടേ, അതുകൊണ്ട്. ഇതെന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? അബൂബക്കർ കാസിമി പിൻഭാഗത്തെ സംബന്ധിച്ചു പറഞ്ഞതും, പിന്നെ നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തേടം പിൻഭാഗത്തെ ഓർമ്മപ്പെടുത്തിയതിന്റെയും ഉദ്ദേശശുദ്ധിയെ നമ്മൾ കാണാതെ പോകരുത്. ഓക്കെ, ശരി. അപ്പോൾ ഉസ്താദെ തുടങ്ങാം. You can't oppose it in broad daylight on the road with a veil on. Mommy group parenting videos. പരസ്യമാണ്. തെരഞ്ഞെടുപ്പ് റാലിയിൽ പെണ്ണുങ്ങൾ കുലുക്കിയ ചന്തി തന്നെ ഉസ്താദ് ശ്രദ്ധയോടെ നോക്കി നിൽക്കാൻ കാരണം ഇതാണ്. മനസ്സിലായോ? അതായത് ഇസ്ലാമിൽ ഇതിലൊക്കെ ഭയങ്കര സ്ഥാനമാണ്, ഭയങ്കര പവിത്രതയാ. തന്നെയുമല്ല, സ്ത്രീകളുടെ ഗുഹ്യഭാഗത്തെ രോമം പറിക്കുവാണോ വടിക്കുവാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പറയം പടച്ചോനാണല്ലേ. ശരി, പടച്ചോൻ. ഈ പറയനെയൊക്കെ എന്തുവാടേ പറയേണ്ടത്? പുരുഷന് വടിക്കാം, പെണ്ണ് പറിക്കണം. മുംതാസ് എവിടെ നടി മലയാളം പഠിച്ചത്? അക്ഷരങ്ങള് എവിടുന്ന പഠിച്ചേ? ആദ്യം നല്ല രൂപത്തിൽ ഒരു പച്ചത്തെറി എഴുതാൻ, അക്ഷരത്തെറ്റില്ല, അതൊന്ന് പഠിച്ചിട്ട് വാച്ചല്ലേ. അപ്പോ നമ്മൾ നിന്നെയൊക്കെ പരിഗണിക്കാം. മലയാള ഭാഷയെങ്കിലും എഴുതാനും വായിക്കാനും അറിയുന്നവരാണ് എന്ന മാനദണ്ഡം നിനക്കൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മളെടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിയും. ചെല്ല്. പറ്റുമെങ്കിൽ നമ്മുടെ കാസിമി മൂത്തേടം പറഞ്ഞതുപോലെ എന്തെങ്കിലും കുലുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കുലുക്ക്. ചെല്ല്, കുലുക്കാനുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഉസ്താദ് പൊറോട്ടയ്ക്ക് മാവ് കുഴച്ചു വെച്ചിരിക്കുന്നത് പോലെ ചന്തി ഒന്ന് കുലുക്കിയാലും മതി. തൽക്കാലം ഉസ്താദ് അതുകൊണ്ട് അങ്ങോട്ട് തൃപ്തിപ്പെട്ടോളൂ. ചെല്ലടി. പർദ്ദയിട്ടൊരു ചന്തി കുലുക്കി കളി, റോഡിൽ പച്ച പകലിൽ. നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുലുക്കി കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു. എന്തുകൊണ്ട്? നേതാക്കന്മാരുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ ഇതാണ് കളി. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം ബാധകമല്ല. മലബാറിലെ കല്യാണത്തിന് മാനദണ്ഡം ആകെ കോണിക്ക് വോട്ട് ചെയ്യോ അരിവാളാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. 10% വർഗീയവാദികൾ ഇല്ലാത്ത കേരളത്തിൽ വലിയ ശതമാനവും ജനാധിപത്യ വിശ്വാസികളാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടുകൂടി ഈ നിലക്ക് മുന്നോട്ട് പോയാൽ വളരെ സമീപമായ ഒരു ഭാവി കേരളം വർഗീയവാദികൾ ഭരിക്കും. ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് കല്യാണം വന്നു, വീടില്ല, വാടക വീട്ടിൽ 3 സെന്റ് ഭൂമിയില്ല. 3 സെന്റ് ഭൂമി പഞ്ചായത്തിൽ എഴുതി കൊടുത്താൽ പഞ്ചായത്ത് വീട് കിട്ടും. ഇവർക്ക് എന്തും ഇല്ല, 3 സെന്റ് ഭൂമിയില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണം വന്നു. ഞാൻ ഓരോന്നും പച്ചവെള്ളം പോലെ അറിയുന്ന സംഭവം പറയുന്നു. എവിടുന്ന് വന്നു? നല്ലൊരു തറവാറ്റിൽ നിന്ന്.
അത്യാവശ്യം ഞാമത്തുള്ളവര്, ഗൾഫിൽ ജോലിയുള്ളവര് എല്ലാം ഉണ്ട്, ഞാമത്തുണ്ട്. ഈ പെൺകുട്ടി എന്നല്ലെങ്കിൽ നാളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ സൗകര്യങ്ങളുണ്ട്. സന്തോഷിച്ച് അല്ല ഫസീല, ഞാൻ നരകത്തിന്റെ അടിത്തട്ടില്ല. നീ ഏതെങ്കിലും തട്ടിലുണ്ടോ സ്വർഗത്തിലെ? ആരെങ്കിലും പറഞ്ഞോ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയോ? പിള്ളാരെ, ആദ്യം നീയൊക്കെ നബിക്ക് സ്വർഗം കിട്ടിയോ ഇല്ലേ എന്ന് നോക്കിച്ചല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരുടെ സ്വർഗവും നരകവും ഒക്കെ നോക്കി നടക്കേണ്ടത്. ആദ്യം നമ്മുടെ നബിയണ്ണനെങ്കിലും സ്വർഗം കിട്ടിയോന്നൊന്ന് പോയി നോക്ക് പിള്ളാരെ, ചെല്ല്. അപ്പോൾ സ്ത്രീകൾ അങ്ങാടിയിൽ ഇറങ്ങി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മുടെ രീതിയല്ലാന്ന്, നമ്മുടെ ചര്യയല്ലാന്ന്, അത് ശരിയല്ലെന്നാ പറയുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത ഒരു ചോദ്യം ഉണ്ടാകും, എന്താണ് നമ്മുടെ ചര്യ? ഇസ്ലാമിനെ വിമർശിക്കരുത്, മുസ്ലിങ്ങളെ വിമർശിക്കരുത്. ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനാചാരങ്ങൾ, വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, ജനാധിപത്യ വിരുദ്ധതകൾ, അന്യമത വിരോധങ്ങൾ, കൊള്ളകൾ, കൊലകൾ, ബലാത്കാരങ്ങൾ, ഇതൊന്നും പറയരുത്. പറഞ്ഞാൽ നമുക്ക് കുരുപൊട്ടും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലഘട്ടമല്ല, ചേകനൂർ മൗലവിയെ കൊണ്ടുപോയി കൊന്ന കാലഘട്ടമല്ല, ഇത് നരേന്ദ്രമോദി യുഗമാ. നിങ്ങൾ അങ്ങനെ അങ്ങ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ ഉടനെ പേടിച്ചു ഒതുങ്ങി മിണ്ടാതിരിക്കുന്ന ആളുകളല്ല. നമുക്ക് ഫ്രാൻസില് ഷാർലി എബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയില് നബിയുടെ ഒരു കാർട്ടൂൺ ചിത്രം അച്ചടിച്ചു വന്നതിന്റെ പേരില് ഷാർലി എബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയുടെ ഓഫീസിനെ തീവ്രവാദികൾ തീയിട്ടു. 5-6 പേരെ ഇവര് ചുട്ടുകരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. തന്റെ ക്ലാസ്സിൽ സാമുവൽ പാറ്റി, ഞാൻ മറന്നുപോകും, സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫ്രാൻസിലെ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മൗലിക അവകാശങ്ങളെക്കുറിച്ചും വ്യക്തമായും വെടിപ്പായി തുറന്നു പറഞ്ഞു. അതിൽ കുരുപൊട്ടിയ 18കാരൻ ബാഗിൽ പുസ്തക കെട്ടുകൾക്കിടയിൽ ഒരു മൂർച്ചയുള്ള കഠാര ഒളിപ്പിച്ചു വെച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ നേരെ ചാടി വീണ് തലയറുത്തെടുത്തു. എന്നിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്ത് ടെലികാസ്റ്റ് ചെയ്തു, പബ്ലിഷ് ചെയ്തു, നാടുമൊത്തം അറിഞ്ഞു. അതുകൊണ്ട് ഫ്രാൻസിൽ പിന്നീട് ആരും മുഹമ്മദ് എന്ന് പറയാൻ പോലും ഭയന്നു എന്ന് നിങ്ങൾ കരുതരുത്. അന്ന് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസ് ഭരിക്കുന്നത്. സകലമാന തെരുവോരങ്ങളിലും അതേ കാരിക്കേച്ചർ വെക്കാൻ പറഞ്ഞു. മുഹമ്മദിന്റെ തുണിയില്ലാത്ത ചിത്രങ്ങൾ കാർട്ടൂണുകളായി ഫ്രാൻസിന്റെ തെരുവോരങ്ങളിൽ നിറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? മുഹമ്മദിന് തുണി ഉടുത്തു കൊടുക്കാൻ പറ്റുമോ? മുഹമ്മദിന് വള്ളി നിക്കറുണ്ടായിരുന്നു ഹദീസുകളിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വള്ളി നിക്കറുമായിട്ട് ചെന്ന് കയറി കൊടുക്കാൻ പറ്റുമോ? പറ്റിയില്ല. അപ്പോൾ അവരൊന്ന് തീരുമാനിച്ചു, വിമർശന സ്വാതന്ത്ര്യത്തെ വിലക്കാൻ ഇവർക്ക് പറ്റില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ മാറ്റി പാകിസ്ഥാന്റെയും അഫ്ഗാന്റെയും നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അതിന് തടയിടേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി. പിന്നീട് അങ്ങോട്ട് ചാകരേ നബി ഒരു യുദ്ധത്തിന് പോയി ആയിഷയുമായിട്ട്. തിരിച്ചു വരുമ്പോൾ കുഞ്ഞൈഷയെ മറന്ന് ഒരു കിളുന്ത് പെണ്ണിനെ കിട്ടിയപ്പോൾ അതുമായിട്ട് സ്ഥലം വിട്ടു. അപ്പോ ആയിഷ ഉണ്ടായിരുന്നു അടുത്ത്. ആയിഷ അപ്പോൾ തിരിച്ച് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ.
മിച്ചു 1 രൂപ പോലും കൊടുക്കാതെ ഉമ്മാടെ തുണി പൊക്കി നോക്കി. എന്തിനാ മോനെ ഇവിടെ വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്താ തുണി പൊക്കി കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നേ? ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമാണോടാ തെണ്ടികളെ നിനക്കൊക്കെ? ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്തോ വലിയ സൗഭാഗ്യം കിട്ടുമല്ലേ? ഒരു മുസൽമാൻ ഇതും പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് എന്നതിന്റെ തെളിവാണ് നിന്റെയൊക്കെ കമന്റുകൾ, നിന്റെയൊക്കെ പുസ്തകവും നിലവാരമില്ലാത്ത ഒരു നേതാവും നിനക്കൊക്കെ കാണിച്ചു തന്ന മതമാർഗമാടായത്. നിന്റെയൊക്കെ ആ മത സംസ്കാരമാടായത്. മെമ്പർഷിപ്പ് എടുത്താൽ ഡാഷ് കാണിച്ചു തരും. ഒരു നാണയം പോലും കൊടുക്കാതെ ഇതേ സാധനം തന്നെ നിന്റെ ഉമ്മയ്ക്കുണ്ടടാ. തന്നെയുമല്ല, നീയും അതും തമ്മിൽ ഒരു ബന്ധം വേറെ ഉണ്ടല്ലോ. തൂറിയിട്ടതാണെങ്കിൽ മൂലം കാണിച്ചു തരാൻ പറ. അങ്ങനെ ആകാനേ സാധ്യതയുള്ളൂ. ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്തേക്കണേ. എടാ മുറിയന്മാരെ, നിന്റെയൊക്കെ ഈ ലൈംഗിക ദാരിദ്ര്യമുണ്ടല്ലോ ഒരിക്കലും തീരത്തില്ല. അതിനി ഉമ്മയായാലും പെങ്ങളായാലും മകളായാലും കൊച്ചുമ്മയായാലും ഉമ്മുമ്മയായാലും പെണ്ണാണോ നീയൊക്കെ അത് ചെയ്തിരിക്കും. അപ്പൊ നീയൊക്കെ ഇതുപോലെയുള്ള കമന്റുമായിട്ട് ഇനിയും വരണം, എന്നാലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഹംസ മലയാളം എഴുതി പഠിച്ചിട്ട് വാ, അതല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഏതെങ്കിലും ഒരു ഭാഷ നന്നായിട്ടൊന്ന് എഴുതി പഠിച്ചിട്ട് വാ. ചെല്ല, നിന്റെ ഈ മുക്കിയും മൂളിയുമുള്ള ഭാഷകളൊന്നും ഞങ്ങൾക്ക് തിരിയത്തില്ല കേട്ടോ. നല്ലതുപോലെ ഭാഷ എഴുതി പഠിച്ചിട്ട് വാ. അപ്പോ അതുകൊണ്ട് മുഹമ്മദിന്റെ പേര് പറയാൻ പാടില്ല. അപ്പോഴാണ് ആയിഷയെ മറന്ന് മുഹമ്മദ് ഒരു കിളിന്തിന്റെ ഡാഷ് നോക്കി പോയപ്പോൾ ആയിഷ വിചാരിച്ചു മുഹമ്മദ് അണ്ണൻ ഒരു പണി കൊടുക്കണമല്ലോ. അങ്ങനെ സഫ്വാൻ എന്ന സുന്ദരനായ യുവാവിനോടൊപ്പം ആടിയും പാടിയും കറങ്ങി. അതിനെ ഒന്ന് ചിത്രീകരിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ആൾക്കാര്. ഫ്രാൻസിൽ നിന്ന് എന്തെല്ലാം വരുന്നെന്ന് അറിയാമോ? ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഇസ്ലാമിക വിമർശനം കൊണ്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവരുടെയൊക്കെ എതിർപ്പുകൾ അതിക്രമിക്കുമ്പോഴാണ്. നോക്കിക്കോ, സഫ്വാനും ആയിഷയെയും ചിത്രീകരിക്കുവാണ്. ഇവർക്കല്ലെങ്കിലേ ഇന്റർനെറ്റ് പണി കൊടുത്തിട്ടിരിക്കുക. ഇന്റർനെറ്റിന്റെ പണി കൊണ്ട് തന്നെ ഇവരാകെ എയറിലാണ്, ഇപ്പൊ സ്പേസിലാണ്. ആരാ പേടിക്കുന്നത് ഇവരെ? എത്ര പുസ്തകം വേണം, എത്ര ഖുർആൻ വേണം? നോക്കിക്കോ, ഇതൊന്ന് കാണേണ്ടുന്ന സംഗതി തന്നെയാണ് കേട്ടോ. സഫ്വാനെയും ആയിഷയെയും ചിത്രീകരിക്കുന്നതാണ്. ഖുർആനിന്റെ ഒരു വചനവും അവിടെ ഇൻഡെക്സ് ആയി കൊടുത്തിട്ടുണ്ട്. 24-ാം അധ്യായത്തിലെ 11 മുതൽ 21 വരെയുള്ള വചനം. ഒരു രാത്രി മുഴുവനും കാട്ടിൽ കഴിഞ്ഞതിന് ശേഷം ആയിഷ എന്ന 15-കാരിയെ സഫ്വാൻ എന്ന 21-കാരൻ രാവിലെ തിരിച്ചെത്തുന്ന ഒരു ചരിത്രത്തെ സംബന്ധിക്കുന്ന വചനങ്ങൾ അവിടെയുമുണ്ട്. പ്രപഞ്ചത്തിലെ സകല രഹസ്യങ്ങളും മുഹമ്മദിനെ അറിയിച്ചിരുന്ന അള്ളാഹു ആയിഷ സഫ്വാന്റെ കൂടെ ഒളിച്ചോടുന്ന കാര്യം മാത്രം അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പൊ മനസ്സിലായോ? പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. മനസ്സിലായോ? നിങ്ങൾ എത്ര കണ്ട് എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നോ, എത്ര കണ്ട് നിങ്ങൾ അസഹിഷ്ണുതയുള്ളവരാകുന്നോ, അത്ര കണ്ട് വിമർശനങ്ങളുടെ മൂർച്ചയേറിക്കൊണ്ടേയിരിക്കും. നിങ്ങള് എന്റെ ചാനൽ പൂട്ടിക്കാൻ ഏറെയായല്ലോ പരിശ്രമിക്കുന്നു. എന്ത് നിങ്ങൾക്ക് എന്നെ ഇത്ര പേടി? ഞാൻ പറയണത് തെറ്റാണെങ്കിൽ ഓപ്പൺ ഡിബേറ്റിന് ഞാൻ തയ്യാറല്ലേ? എന്നെ സംവദിച്ച് നിങ്ങൾക്കങ്ങ് തോൽപ്പിച്ചാ പോരെ? ഞാൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം കൊണ്ടുവന്ന്, ഞാൻ പറഞ്ഞ ദുർവ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവന്ന്, ഖുർആൻ വാക്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്നെ നിങ്ങൾക്കങ്ങ് പൊളിച്ചടിക്കുക പോരെ? തീർന്നില്ലേ സംഗതി? അബ്ദുൽ റഊഫ് നിന്റെ തന്ത. അപ്പോ നിങ്ങൾക്കങ്ങ് പൊളിച്ചടുക്കി വിശ്വാസികളോടെങ്കിലും നിങ്ങൾക്ക് അല്പം നീതി പുലർത്താമല്ലോ. കൊല്ലാൻ നോക്കിയിട്ട് നടന്നില്ല, ഭീഷണിപ്പെടുത്താൻ നോക്കിയിട്ട് നടന്നില്ല, ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ട് നടന്നില്ല. ഇപ്പൊ എന്താ അടുത്ത പദ്ധതി? ചാനല് പൂട്ടിക്കുക, നിശബ്ദമാക്കുക.
ഞാനതിന് യൂട്യൂബ് കൊണ്ട് തിന്നുന്ന ആളല്ലല്ലോ. അതിലെ വരുമാനം നോക്കിയിരിക്കുന്ന ആളല്ലല്ലോ ഞാൻ. മരണം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളാ. ഏത് നിമിഷവും ഞാൻ അസ്തമിക്കുമെന്ന് വളരെ നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ആര് കാണുന്നു എന്നതിലല്ല, ഞാൻ ഈ രാജ്യത്തോട് കൂറുള്ള വ്യക്തിയാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നത് എനിക്ക് പ്രധാനമാണ്. ഞാനിത് പറഞ്ഞിടും. സോഷ്യൽ മീഡിയയിലല്ലേ ഇതിവിടെ കിടക്കും. വരും തലമുറയ്ക്ക് ചിന്തിക്കാൻ, അവരുടെ ചിന്തകൾക്ക് ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ ഇതിന് കഴിഞ്ഞാൽ അതാണ് ഞാൻ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ആ ജുവൈൻ, ശാഖയിൽ ഇപ്പോൾ നിന്റെ ഉമ്മയാണ് ആ പണി